എറണാകുളത്ത് മദീന മസ്ജിദിൽ സക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു. മർഹൂം KT അബ്ദുറഹീം മൗലവിയാണ് അതിൻ്റെ സ്പോൺസർ 1987. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താമസിയാണ്ട് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ 10,000 20,000 ഒക്കെ ആകും, പിന്നെ അത് 12 ലക്ഷവും 20 ലക്ഷം ഉറുപ്പ്യൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന്. കാരണം നമ്മൾ പണം പിരിക്കുന്നു സക്കാത്ത്, എന്നിട്ട് സൂക്ഷിക്കുന്നു. 2-3 മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക. അതുവരെ ഇതാർക്കാ കൊടുക്കേണ്ടത്, ആരാ അവകാശി അന്വേഷിക്കുന്നതൊക്കെ പണിയാണ്. അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കില്ല. അപ്പോൾ മാസത്തിൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയി 2 വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും. അപ്പം അങ്ങനെ വരുമ്പം ഇടയ്ക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കടമെടുക്കും. 1 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരണം, വിതരണത്തിൻ്റെ സമയത്ത് തരാം, 2 ലക്ഷം ഉറുപ്പ്യ എൻ്റെ തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും. കാരണം ഇത് മേക്കെന്ന് പോകണമല്ലോ. ഇത്രയും പണം കെട്ടിക്കിടക്കും ഏതെങ്കിലും ഒരുത്തം കയറി വന്നാൽ സക്കാത്ത് പൈസയാണെന്ന് പറഞ്ഞാൽ അവർ കൂട്ടാക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കും 2000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് എൻ്റെ ഓഫീസിലേക്ക് അബ്ദുസലാം മൗലവി കയറി വന്നു. അതിൻ്റെ 1ാം നിലയിലാണ് ഓഫീസ്. 1ാം നിലയിലല്ല, മെസനൈൻ ഫ്ലോറാണ്. വാതുക്കൽ നിന്ന് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഖലീഫയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ പോലും രാവിലെ ഒരു പുതിയ പിരാന്തുമായിട്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ബസ്സെന്ന് പറയുന്നത് കേട്ടു, ആഷിം ഹാജിയാണ് ഇപ്പോൾ എറണാകുളത്തെ ഖലീഫ, വിശ്വാസികളുടെ സക്കാത്തൊക്കെ അദ്ദേഹം മേടിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്ക് തോന്നുമ്പോൾ കൊടുക്കലൊക്കെയാണെന്നല്ലെങ്കിൽ ബസ്സെന്ന് സംസാരിക്കുന്നത് കേട്ടോ. അത് കേട്ടിട്ടാ അങ്ങനെ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക, എന്താ പറയാമെന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കതിലിപ്പോൾ തീരെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് അള്ളാൻ്റെ അമാനത്താണല്ലോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല, ഞാനിതിൻ്റെ മുത്തവല്ലിയല്ലേ. അപ്പം മൂപ്പർ പറഞ്ഞ് ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ച് വെക്കാൻ നിങ്ങൾക്കൊരു അധികാരമില്ല, വേറെ ആർക്കും ഒരു അധികാരമില്ല. ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ പേരിലെല്ലാം ഉണ്ടായിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമാഅത്തെ ഇസ്ലാമിൻ്റെയാണ്. അവർക്ക് ബൈത്തുൽ സക്കാത്ത് ഉണ്ടാക്കണം. അതിന് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം. പിന്നെ അതെല്ലാം കൂടി ബൈത്തുൽ സക്കാത്തിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുക. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞു ഞാനൊഴിവാ, ഞാനിപ്പോൾ 5-6 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നെ ഞാനതിൻ്റെ ചെയർമാനാണെങ്കിലും കൺവീനറായിട്ട് ഞാൻ വേറൊരാളെ നിയമിച്ചിന്. പൈസ ഒന്നും എൻ്റെ കൈക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്കതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല.